ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ചെമ്മീൻ മാങ്ങ കറിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ചെമ്മീൻ മാങ്ങ കറി നമുക്ക് നല്ല അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ കറിക്ക്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 സവോള അരിഞ്ഞതും 10-15 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മുഴുവനായിട്ട് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പകുതിയാണ് എടുത്തിരിക്കുന്നത് രണ്ടും. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മളിതിൽ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ വളരെ ചെറിയൊരളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പകുതി തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് വലുതായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഒരു മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഒന്ന് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അനുസരിച്ച് വേണം നിങ്ങളുടെ മാങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതേപോലെ തക്കാളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് ആ എണ്ണ ഒന്ന് തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം കട്ടിയിലുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവായി തോന്നിയുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന 250 ഗ്രാം ചെമ്മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയുള്ള തക്കാളി കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഈ ഒരു താളിപ്പ് നേരെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ
മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം ചേർക്കുന്നത് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. കട്ടിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.